ബിഗ് ബോസ് സീസൺ 7-ലെ 11th വീക്കിലെ വോട്ടിംഗ് ടൈം ഒരു ദിവസവും 9 മണിക്കൂറും കൂടിയും ബാക്കി നിൽക്കെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ നോമിനേഷനിൽ നിന്ന് ആര് എവിക്റ്റ് ആകുമെന്നുള്ളത് നമ്മൾ ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഓരോ കണ്ടസ്റ്റന്റിനും അവരുടെ വോട്ട് തീരുമാനിക്കുന്നത് നമ്മൾ ജനങ്ങളാണ്, നമ്മൾ പ്രേക്ഷകരാണ്. അതായത് ഒരു കണ്ടസ്റ്റന്റിന് അവരുടെ അഭിപ്രായവും അവരുടെ നിലപാടും അവരുടെ തീരുമാനവും അവരുടെ സ്വഭാവം അവരുടെ സംസാരവും ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതും അവർക്ക് വോട്ട് കൊടുക്കുന്നതും. അപ്പോൾ നമുക്ക് ഈ നോമിനേഷനിൽ നിന്ന് നമ്മൾ ജനമനസ്സ് കീഴടക്കാൻ സാധിച്ചവരും PR വർക്കിലൂടെ വോട്ട് നേടിയവരും നമ്മൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ടേബിളിൽ നിന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കുറഞ്ഞ വോട്ടുമായിട്ട് നെവിനും അക്ബറുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൽ ലക്ഷ്മിയുടെ വോട്ട് നമുക്ക് നോക്കാം. ലക്ഷ്മിക്ക് ഇന്നലെ വരെ ലക്ഷ്മി ഒരു സെക്കൻഡ് ലാസ്റ്റായിട്ട് താഴെ നിന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം ലക്ഷ്മിക്ക് നല്ല വോട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ലക്ഷ്മിയുടെ ആണെങ്കിലും നെവിനും അക്ബറും ഇവർ ശരിക്കും ഒരു ഡേഞ്ചർ സോണിൽ തന്നെയാണ്. ആര്യൻ്റെ കാര്യം നമുക്കറിയാം, ആര്യൻ നല്ല ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ എവിക്ഷനിലൊരിക്കലും ഈ നോമിനേഷനിലൊരിക്കലും എവിക്റ്റ് ആകെ പോകാൻ സാധ്യതയില്ല. അതുമല്ല, ബിഗ് ബോസിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ്, ബിഗ് ബോസിൻ്റെ ഒരു മെറ്റീരിയലാണ് നമ്മൾ എല്ലാവരും പറയുന്നു. പക്ഷേ പുള്ളി നല്ലവണ്ണം ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ താഴ്ത്തി പറയാൻ പറ്റിയില്ല. പക്ഷേ ലക്ഷ്മി തന്നെയാണ്. ലക്ഷ്മി, അക്ബറൊക്കെ ചില ഗെയിമൊക്കെ ഭയങ്കര സ്ലോ ആണ്, ലാഗാണ്, ശോകമാണ്. നെവിൻ ഒരു നല്ല കോമഡി എൻ്റർടൈനറാണ്. അതുകൊണ്ട് നമുക്ക് പ്രേക്ഷകർക്കൊക്കെ നല്ല ഇഷ്ടമുണ്ട് പുള്ളിയോട്. പുള്ളി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്, അതിലൊരാൾ തന്നെ ഞാനും. പക്ഷേ വോട്ടിൻ്റെ ബേസിൽ അവരെല്ലാം ഡേഞ്ചർ സോണിലാണ്. ലക്ഷ്മി, അക്ബർ, പിന്നെ നെവിൻ. അക്ബർക്ക് ആണെങ്കിലും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇടയ്ക്കൊക്കെ ഭയങ്കര സാഡാണ്, ഭയങ്കര ഇച്ചിരി മാറി നിൽക്കും. അങ്ങനെയെല്ലാം ആയതുകൊണ്ടായിരിക്കും വോട്ടും ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മിയുടെ കാര്യം ഉറപ്പില്ല. ലക്ഷ്മി ഇങ്ങനെ ആരിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മിയുടെ ഈ വോട്ടിൻ്റെ ബേസിൽ എല്ലാം അല്ലല്ലോ, വോട്ടിൻ്റെ അടിസ്ഥാനത്തിലെന്ന് പറയുന്ന എല്ലാവരും. കാരണം വോട്ടിൻ്റെ അടിസ്ഥാനം വോട്ടിൻ്റെ ഉണ്ട്, നമ്മൾ ഗെയിമിൻ്റെ ഉണ്ട്, നമ്മൾ അവരുടെ പെർഫോമൻസും കണക്കിലെടുക്കും ബിഗ് ബോസ്. അപ്പം നമ്മുടെ കണക്കിലെടുക്കുന്നത് നമ്മുടെ ഒരു കാൽക്കുലേഷനാണ് വോട്ട് കൊടുക്കുന്നത്. പ്രേക്ഷകർക്ക് എങ്ങനെ അതിൻ്റെ ഒരു കിട്ടിയെന്നുള്ളത്, റിസൾട്ട് കിട്ടിയെന്നുള്ളത്. പക്ഷേ ലക്ഷ്മിക്ക് പ്രത്യേക ഒരു ഗെയിം സ്ട്രാറ്റജി ഇല്ല. ആദ്യമേ വന്നപ്പോൾ കുറേ ഡയലോഗ് അടിച്ചതല്ലാതെ പ്രത്യേകത ഒന്നുമില്ല. അപ്പം കൂടുതൽ നമുക്കൊരിക്കലും ഇത് ഗസ് ചെയ്യാനോ നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റിയില്ല. ഇപ്പം ഇനി വരുന്ന ആഴ്ചകളൊക്കെ അങ്ങനെ ആയിരിക്കും. വോട്ടിൻ്റെ ബേസിൽ നമ്മളൊന്നും തീരുമാനിക്കാൻ പറ്റിയില്ല. അതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും എവിക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെയാണ്. ലക്ഷ്മി, അക്ബർ, നെവിൻ, ഇവർ 3 പേരുമാണ് ഡേഞ്ചർ സോൺ. ഇതിൽ ആര് വോട്ടാകുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വോട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇതിൻ്റെ ഗ്രാഫ് താന്നും പൊങ്ങി അങ്ങനെ ഭയങ്കര ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ നമുക്ക് കണ്ടാലറിയാം, ഒരു 10-15 വോട്ടിൻ്റെ ബേസിലാണ് വ്യത്യാസം നെവിനും അക്ബറും ഒക്കെ ആയിട്ടുള്ളത്. ആകെ പാടാൻ നൂറയും ഷാനവാസും അവർ സേഫ് സോണാണ്, അവർ മെയിൻ താരങ്ങളാണ്, അവർ ടോപ്പ് 5 തന്നെ ഉറപ്പിച്ചിട്ടേക്കുവാണ്. ബിഗ് ബോസ് തന്നെ ഇട്ടിരിക്കുന്ന പോലെയാണ്. സാധ്യത നെവിൻ ആകുമെന്ന്, അക്ബർ ആകുമോ, ലക്ഷ്മി ആകുമോ എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് TV-ലോ അല്ലെങ്കിൽ ലൈവിലോ കാണാൻ പറ്റില്ല, എന്തായാലും കണ്ടറിയാം. അത് തന്നെ നമുക്ക് പറയാൻ തോന്നുന്നുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ, എൻ്റെ റീലെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ ബൈ.